വിദേശത്തൊക്കെ പോകുന്നു, തുടർച്ചയായിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നു. മോദി വിരുദ്ധതയുടെ പേരിൽ ഇന്ത്യ വിരുദ്ധതയാണ് രാഹുൽ ഗാന്ധി ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളംബിയയിലും പെറുവിലും ചിലിയിലും മുമ്പ് UK യിലും USA ഒക്കെ പോയിട്ട് ഇതേ രീതിയിലുള്ള, അതായത് ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു. അതുകൂടാതെ തന്നെ ജനാധിപത്യ സംവിധാനത്തെ, പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ, ഇതിനെല്ലാം വിമർശിക്കുകയാണ്. അതായത് വിദേശ മണ്ണുകളിൽ പോയിട്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളോടാണ് സംവദിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖരായുള്ള ആളുകളോടാണ് സംവദിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഇന്ത്യക്ക് നൽകുക. അതായത് ഇതെല്ലാം ഉള്ളതാണെങ്കിൽ നമുക്ക് പിന്നെയെങ്കിൽ സമ്മതിക്കാം, പക്ഷേ തീർത്തും അവാസ്തവമായി. കാരണം തൻ്റെ ഫ്രസ്ട്രേഷൻ, പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ തൻ്റെ ഫ്രസ്ട്രേഷൻ വ്യക്തമാക്കുന്ന ഓരോ ജൽപ്പനങ്ങളാണ് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് ഇങ്ങനെ പുറത്തു പോയിട്ട്, അതായത് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം പണി കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു പണി ലഭിച്ചിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ വില വിദേശ രാഷ്ട്രങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിലും വിലയുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പൊക്കെ ഇപ്പം പോയിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നു, വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്നു, ഇന്ത്യയെക്കുറിച്ച് മോശം പറയുന്നു, ഇന്ത്യയിൽ ഒന്നും നല്ലതല്ലെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തന്നെ ഇയാളെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും.